നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പുതിയ ഫാസ്ടാഗ് നിയമങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ടോൾ മാനേജ്മെന്റിനുള്ള മാർഗനിർദ്ദേശങ്ങളിലെ മാറ്റം ഉൾപ്പെടെയുള്ള നിയമം ഫെബ്രുവരി 17 മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. ഇടപാടുകൾ സുഗമമാക്കുക എന്നതാണ് നിയമപരിഷ്കരണത്തിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് NPCI അറിയിച്ചു. വാഹനങ്ങളിലെ ഫാസ്ടാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇടപാട് നടത്താനാകില്ല. ബാലൻസ് ഇല്ലാതിരിക്കുക, KYC പൂർത്തിയാകാത്ത സാഹചര്യങ്ങൾ, ചേസിസ് നമ്പറും വാഹനത്തിന്റെ രജിസ്റ്റർ നമ്പറും തമ്മിൽ വ്യത്യാസമുണ്ടാവുക തുടങ്ങിയ ഘട്ടങ്ങളിൽ ഫാസ്ടാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടാം. ടോൾ ബൂത്ത് എത്തുന്നതിന് 60 മിനിറ്റ് മുൻപ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവസാന നിമിഷം റീചാർജ് ചെയ്യാൻ സാധിക്കില്ലെന്നും പ്രധാന മാറ്റമാണ്. അതുപോലെ തന്നെ ഫാസ്ടാഗ് സ്കാൻ ചെയ്ത് 10 മിനിറ്റിന് ശേഷമാണ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതെങ്കിലും ഇടപാട് റദ്ദാക്കപ്പെടും. ടോൾ പ്ലാസ കടന്ന് 10 മിനിറ്റിന് ശേഷം റീചാർജ് ചെയ്താൽ ഈടാക്കിയ പിഴ ഒഴിവാക്കാവുന്നതാണ്. നിയമം ലംഘിക്കുന്ന വാഹന ഉടമകളിൽ നിന്ന് സാധാരണ ടോൾ നിരക്കിന്റെ ഇരട്ടി എന്ന നിലയിലാകും പിഴ ഈടാക്കുക. രാജ്യത്തെ ടോൾ ബൂത്തുകളുടെ വികസനത്തിലേക്കുള്ള ഒരു ചുവടുവയ്പാണ് പുതിയ ഫാസ്ടാഗ് നിയമങ്ങളെന്ന് NPCI അറിയിച്ചു. ടോൾ ബൂത്തുകളിലെ തിരക്ക് തടയാൻ പുതിയ പരിഷ്കരണം സഹായിക്കും. രാജ്യത്തുടനീളം സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായി യാത്ര ഉറപ്പാക്കാൻ ഫാസ്ടാഗിൽ വേണ്ടത്ര ബാലൻസ് നിലനിർത്തുകയും KYC വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയും വേണമെന്നും ഫാസ്ടാഗ് മാനേജ്മെന്റ് അധികൃതർ അറിയിച്ചു. ഓരോ തവണയും ഫാസ്ടാഗിലെ ബാലൻസ് നോക്കി റീചാർജ് ചെയ്യുന്നതിന് പകരം ലൈഫ് ടൈം ഹൈവേ പാസ് ആരംഭിക്കാൻ സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. ഇതിലൂടെ 15 വർഷത്തേക്ക് ഒറ്റത്തവണ പേയ്മെന്റ് നൽകി ഫാസ്ടാഗ് എടുക്കാൻ സാധിക്കും. 30,000 രൂപയാകും ഇതിനായി ഈടാക്കുക. 3,000 രൂപ നൽകി 1 വർഷത്തേക്കുള്ള പാസും എടുക്കാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.